ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ. നമസ്കാരം, സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ CBSE സ്കൂൾ തലശ്ശേരിയിലാണ്. സാധാരണ നമ്മൾ കോളേജുകളിലും ഗ്രാമങ്ങളിലും ടൗണുകളിലും ഒക്കെയാണ് നമ്മുടെ സൂപ്പർ ബമ്പർ ചിത്രീകരിക്കുന്നത്. പക്ഷേ ഇന്ന് ഈ സ്കൂളിലാണ്, ഈ കുട്ടികളുടെ കൂടെയാണ് ഇന്ന് സൂപ്പർ ബമ്പർ കളിക്കുവാൻ പോകുന്നത്. പൊടിപാറിയ പൊടിപൂരം ഇന്ന് ഇവിടെയാണ്. അതെ, ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. കാരണം സാധാരണ പല CBSE സ്കൂളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ ഒരു സൈലൻസ്, ഒരു ആവശ്യമുള്ള സമയത്ത് ഇവർ നന്നായിട്ട് കൈയടിക്കുകയും ബഹളം വെക്കുകയും ചെയ്യും. അല്ലാത്തപ്പം ഇതുപോലെ സൈലന്റ് ആണ്. ഒന്ന് ഉറക്കെ കൈയടിച്ചേ. പെട്ടെന്നൊന്ന് സൈലന്റ് ആയിക്കേ. കേട്ടല്ലോ, ഇതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിനേക്കാൾ ഉപരി ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത്. പാട്ട് പാടാൻ കഴിവുണ്ട്. പാട്ട് പാടുവോ? പാടില്ല. ഞാൻ എത്രയും പോലെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് പാടൂല അല്ലേ? രണ്ടുപേരും പാട്. ഇല്ല, നിനക്ക് പാടാൻ അറിഞ്ഞൂടാ. ഇവിടെ പാടും അല്ലേ? എന്താ പേര്? മുഹമ്മദ്, അശ്വതി, ആൻ, സ്വാതിക. നിങ്ങൾ പാട്ട് പാടുവോ? പാടൂല? പാടുവോ? പാടും. ചായക്കടക്കാരാ, നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. കടക്കാരാ, നിന്റെ ചായയില് മധുരമില്ല, വെള്ളത്തിന് ചൂടുമില്ല, ചായപ്പൊടി തീരെയില്ല, പഞ്ചസാര ലേശമില്ല, കാൽ പൈസ ഞാൻ തരില്ല. പുലിയായിരുന്നല്ലേ? നിന്റെ ഉള്ളിൽ ഒരു കലാകാരൻ ഉറങ്ങി കിടപ്പുണ്ടല്ലേ? വലിച്ചു കയറി പുറത്തിടേ. വേറെ എന്തൊക്കെയാണ്? മിമിക്രി ഉണ്ട്, പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്. ഡാൻസ് ആരാ ചെയ്യുന്നത്? അയ്യോ, ഡാൻസ് ചെയ്യോ? എന്താ പേരെന്താ? ലഹൻ. 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 ഇവിടെ നിന്ന് ചെയ്യാൻ ധൈര്യം ഉണ്ടോ? വന്നോളൂ. അപ്പൊ ഇതാണ് ലഹൻ. ലഹന്റെ ഈ ശരീരം വെച്ച് ലഹൻ ഡാൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലഹന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലഹൻ ഈ സ്കൂളിന്റെ ലീഡറാണ്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. ഇവന്റെ സംസാരത്തിലൊക്കെ ഉണ്ടോ ഭയങ്കര ഒരു നിഷ്കളങ്കതയുണ്ട്. ഇത് കയ്യിൽ നിന്നാണോ ഉള്ളതാണോ? ഉള്ള നിഷ്കളങ്കതയാണോ ഇത്? ആണല്ലേ? അപ്പൊ ലഹൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. ലഹനെ പൊളിക്കാം. ഓക്കെ.
ലഹൻ, നിന്നെ ഞാൻ അറിയാതെ നിഷ്കളങ്കാന്ന് വിളിച്ചതാ. നിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു പുലി ഉറങ്ങി കിടപ്പുണ്ടായിരുന്നല്ലേ? നിങ്ങൾക്കൊക്കെ അറിയായിരുന്നോ? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, അമ്മയുടെ അമ്മ ഉണ്ട്, അമ്മയുടെ അനിയത്തി ഉണ്ട്. അമ്മയുടെ അനിയത്തി ഉണ്ട് അല്ലേ? ഓക്കെ, ഏതായാലും നന്നായിട്ട് ചെയ്തു. സൂപ്പർ ബമ്പറിന്റെ നല്ലൊരു സമ്മാനം. ഓക്കെ ഓക്കെ. അപ്പോ ആൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ വേണ്ടി സ്കൂൾ ലീഡർ ലഹൻ ഇവിടെ എത്തി. ഇനി പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ധൈര്യമുള്ള ആരാണുള്ളത്? ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ധൈര്യമില്ലേ? അയ്യേ, ആരുമില്ല? ആരാ ഉള്ളത്? യെസ്, വരൂ. എന്താ പേര്? സുപ്ത. സുപ്ത. സുപ്ത ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7th ഡാൻസ് കളിക്കും. ഓക്കെ, നമുക്ക് പൊളിക്കാം. റെഡി? സുപ്തയുടെ നല്ലൊരു ഡാൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സുപ്തേ, ആരാ ഡാൻസ് പഠിപ്പിക്കുന്നത്? സാദിഖ് സാർ ഇവിടെ ഉണ്ടോ? ഇല്ല. വേറെയാണോ? ഓക്കെ, ഏതായാലും നല്ലൊരു സമ്മാനം. അപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരും കലാകാരന്മാരും കലാകാരികളൊക്കെ തന്നെയാ. ഇനി ഏതായാലും ഇതൊന്നും അല്ല നമ്മുടെ വിഷയം അല്ലേ? എന്താ നമ്മുടെ വിഷയം? മാത്സ് ആണോ? ഇംഗ്ലീഷ് ആണോ? കെമിസ്ട്രി ആണോ? ഇതൊന്നും അല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം സൂപ്പർ ബമ്പർ ആണ്. സി കേരളം സൂപ്പർ ബമ്പർ തുടങ്ങാൻ സമയമായി. 5 കണ്ടസ്റ്റന്റിനെയാണ് നമ്മൾ ഇവിടെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് ആ 5 പേരെ. അപ്പോ ഇവരാണ് സാൻ ജോസിലെ പുലിക്കുട്ടികളായ 5 പേര്. എന്താ പേര്? ലെസിൻ. ലെസിൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1 പഠിക്കുന്നു. ഏതാണ്? ബയോളജി സയൻസ്. ബയോളജിസ്റ്റ്. വീട് എവിടെയാ? വീട് കായിത്ത് റോഡായിരുന്നു. എവിടെയാണ്? കായിത്ത് റോഡ് മിഷൻ ഹോസ്പിറ്റലിന്റെ അടുത്താണല്ലേ? നന്നായിട്ട് പഠിക്കോ? ഉഴപ്പുണ്ടോ? കുറച്ചുണ്ട്. കുറച്ച് പോരാ, കുറച്ച് കൂടുതലൊക്കെ ഇടയ്ക്ക് ഉഴപ്പണം, എന്നിട്ട് പിന്നെ പഠിക്കണം അല്ലേ? പാട്ട് പാടുവോ? പാട്ട് പാടേനു. അല്ല, ഞാനത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വന്നതേ അത് സംസാരിച്ചു. മോള് പാടാൻ സാധ്യതയുണ്ട്. അപ്പം മോക്കത് പ്രശ്നമില്ല, അത് പാട്. ബാക്കി വരുന്നതിന് മുന്നേ ബാക്കി നോക്കാമല്ലോ. പാടട്ടെ പാടിക്കോളൂ. അന്തൃക്കാന്റെ കോന്ത്രം പല്ലിക്കണ്ട് മുഞ്ചത്തി ഷായിന ചോദിച്ചു അന്തൃക്കാക്ക ഐ ലവ് യു. ഇത് കേട്ടന്ത്രു അന്താളിച്ചു. പൊട്ടന് ലോട്ടറി അടിച്ച പോലെ
എവിടെ സംഗീതം എവിടെയാണ് അഭ്യസിച്ചിട്ടുള്ളത്? വർഷങ്ങളായിട്ട് ഇത് പഠിക്കുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു സംഗീതത്തിന്റെ കടലിൽ മുങ്ങിച്ചെന്ന് മുത്തും പവിഴവും ചിപ്പിയും വാരി എടുത്തിട്ടുണ്ടോ? നന്നായിട്ട് പാടിയല്ലേ? എന്ത് ശബ്ദമാണത്? അന്തർഖാന്റെ കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. അടുത്ത ആളാരാണ്? എന്റെ പേര് കാവ്യ. കാവ്യ എന്തിനാ പഠിക്കുന്നേ? ഞാനിപ്പോ +2 പഠിക്കുന്നത്. +2 ഏതാണ്? ബയോമാത്സ്. നിങ്ങളെല്ലാം ബയോമാക്സുകാരാണ് തോന്നുന്നല്ലേ? വീട് എവിടെയാ? എന്റെ വീട് പെരുന്താട്ടിൽ. എന്റെ വീട് പെരുന്താട്ടിൽ. സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഓക്കെ, അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. പഠിപ്പിച്ചാണോ? അങ്ങനെയൊന്നുമില്ല. ഇനി എങ്ങനെയാണുള്ളത്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +2 7ാം ക്ലാസ്സിന്റെ മെച്യൂരിറ്റി ഉള്ളല്ലോ. സാരല്ല. വീട് എവിടെയാ? പെരുന്താട്ടിൽ. നിങ്ങളെല്ലാം അടുത്തടുത്താണ് വീട്. ഓക്കെ, അടുത്ത ആള് പേരെന്താണ്? വൈഷ്ണവ്. നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അല്ലേ വൈഷ്ണവേ? അല്ലേ പാടൂലേ? രണ്ടുപേരും പാടോ? പാടും. കടുവായി കിടുവ പിടിക്കുന്നേ, അമ്പമ്പോ മലയൊന്നിന് ചായം പൂശുന്നേ, അയ്യ കടവും പോയേ കാഞ്ഞാരി കുട്ടിച്ചാത്ത അടാ, അവസാനത്തെ ആ സ്വാഹയിലാണ് പഞ്ച് കിട്ടിയത് അല്ലേ? ഗംഭീരായിരുന്നു. എന്നാലും ഇവന്റെ ഗഡ്സ് സംഭവം തന്നെയാണ് കേട്ടോ. വെരി ഗുഡ്. അടുത്ത ആള് പേരെന്താ? പേരെന്താ? ജോയലിനാണ് കൈയ്യടി കിട്ടിയേ. അതെന്താണ് സംഭവം? ഫാൻസ് ആണല്ലേ? അതിന്റെ അഹങ്കാരമൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ, നമ്മളത് വിഷയമുള്ള കേസൊന്നും അല്ലേ? എവിടെ പോയാലും ഉണ്ടാവും അല്ലേ? കൂടുതൽ ഏത് ജില്ലയിലാണ് കൂടുതൽ ഏത് ജില്ലയെന്നാണ് കൂടുതൽ ഫാൻസ്? കണ്ണൂരാണ്. എന്താണ് നിങ്ങളോട് ഇത്രയും ആരാധകർ കൂടാനുള്ള കാരണം എന്താണ്? അറിയില്ല, സത്യം അറിയില്ല അല്ലേ? നമ്മൾ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല അല്ലേ? കുറേ നല്ല സുഹൃത്തുക്കളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പർ കളിക്കാൻ സമയമായിട്ടുണ്ട്. സ്വാഗതം ചെയ്യാം ഈ 5 പേരെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. അപ്പോൾ സൂപ്പർ ബമ്പർ കളി തുടങ്ങാൻ പോവുകയാണ്. ബമ്പർ കളി തുടങ്ങുന്നതിന് മുന്നേ സൂപ്പർ ബമ്പറിന്റെ നിയമാവലികൾ പ്രേക്ഷകർക്കായിട്ടൊന്ന് പറയുകയാണ്. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഞാനൊരു ചോദ്യം ചോദിക്കും. ആദ്യം ഉത്തരം പറയുന്ന ആളാണ് ആദ്യത്തെ കണ്ടസ്റ്റന്റ്. മുകളിലേക്ക് പോകുന്തോറും കുറയുന്നത് എന്ത്? യെസ്, വയസ്സ് അല്ലെങ്കിൽ പ്രായം. തീർച്ചയായിട്ടും ശരിയാണ്. സ്വാഗതം ചെയ്യാം വൈഷ്ണവിനെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. വൈഷ്ണവേ, എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പേടിയുണ്ടെന്ന് പറഞ്ഞല്ലോ എന്നോട് ചെയ്യുമെന്ന്. പേടിയുണ്ടോ? നല്ല പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. ഇപ്പൊ കിട്ടിയാൽ സമ്മാനമല്ലേ, പൈസയല്ലേ കിട്ടുന്നേ? എന്നാലും ഇവിടെ നിൽക്കാനൊരു ചമ്മൽ അല്ലേ? ഏതായാലും 1000 രൂപയുടെ കളിയാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. വൈഷ്ണവിനെ കാത്തിരിക്കുന്ന ആ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോ നോക്കാം വൈഷ്ണവേ. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമാണ് നടക്കാൻ പോകുന്നത്. ആദ്യത്തെ ഗെയിമിന്റെ പേരാണ് വർണ്ണക്കൊട്ടാരം. അപ്പോ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം വർണ്ണക്കൊട്ടാരമാണ്. ഗെയിം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വൈൻ ഗ്ലാസ് ഉണ്ട്. അതിന്റെ മുകളിലൊരു ബോൾ വെക്കുക, വീണ്ടും ഗ്ലാസ് വെക്കുക. ഇതുപോലെ 3 തട്ടുണ്ടാക്കുക. 3 തട്ടിന്റെ 3 എണ്ണമാണ് വൈഷ്ണവ് ഉണ്ടാക്കേണ്ടത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. വൈഷ്ണവേ, മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ഗെയിം വർണ്ണക്കൊട്ടാരം. ഗെയിം സ്റ്റാർട്ട്. യെസ്,
സാവധാനം ശ്രദ്ധിച്ച്, സമയം ഒരുപാടുണ്ട്. യെസ്, ഒരു തട്ട് റെഡിയായി. സമയമുണ്ട്. ശ്രദ്ധിച്ച്. സമയമുണ്ട്. വെരി ഗുഡ്. ഉറപ്പുള്ള 1000 രൂപയാണ് വൈഷ്ണവിന് സമ്മാനമായിട്ട് കിട്ടിയത്. വൈഷ്ണവേ, തീർച്ചയായിട്ടും 120 സെക്കൻഡ് ആയിരുന്നു നമുക്ക് ഇതിനുള്ള സമയം. പക്ഷേ വൈഷ്ണവ് ഏകദേശം 40-50 സെക്കൻഡോട് കൂടി തന്നെ ഈ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വൈഷ്ണവിന് 1000 രൂപ നമുക്ക് കൊടുക്കണം. സീ കേരള സൂപ്പർ ബമ്പറിൽ എ ഷോർട്ട് ബ്രേക്ക്. Super Bumper, co-powered by Parley Hide and Seek Choco Chip Cookies. വെൽക്കം ബാക്ക് ടു സീ കേരള സൂപ്പർ ബമ്പർ. വൈഷ്ണവാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൈഷ്ണവ് ആദ്യത്തെ ഗെയിമിൽ ഉറപ്പുള്ള സമ്മാനം 1000 രൂപ നേടിയിരിക്കുകയാണ്. വൈഷ്ണവേ, ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. 1000 രൂപ വൈഷ്ണവിന്. സീ കേരളം സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ വിജയി വൈഷ്ണവ്. ഏതായാലും 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറാണോ? തയ്യാറാണ്. 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിന്റെ എൻട്രിയാണ്. വൈഷ്ണവേ, എടുത്തോളൂ. യെസ്, വൈഷ്ണവിനെ കാത്തിരിക്കുന്ന ഗെയിം 2000 രൂപയുടെ ഗെയിം. അറിയണ്ടേ? നിങ്ങൾക്കറിയണോ? അതെ, വൈഷ്ണവിനെ കാത്തിരിക്കുന്ന ഈ ഗെയിം പറയുന്നതിന് മുന്നേ ഇവിടുത്തെ കുട്ടികളുടെ നല്ലൊരു പെർഫോമൻസ്. Come back to
Cause I'm on no continent. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ലതാണ്. നല്ലായിരുന്നു അല്ലേ? സൂപ്പർ ആയിരുന്നു. ആ. ഓക്കെ, എന്തായാലും വൈഷ്ണവനെ കാത്തിരിക്കുന്ന ഗെയിം 2000 രൂപയുടെ രണ്ടാമത്തെ ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ് നിക്ഷേപപാത്രം. അപ്പോ നിക്ഷേപപാത്രമാണ് കളിക്കാൻ പോകുന്നത്. 2000 രൂപയുടെ ഗെയിമാണ്. ഇവിടെ കുറെ ടോക്കൺ ഇരിപ്പുണ്ട് കണ്ടോ? ഇതിനകത്ത് കുറെ ടോക്കൺ നിങ്ങൾ കണ്ടോ? കുറെ ടോക്കൺ ഇരിപ്പുണ്ട്. ഇവിടെ കുറച്ച് ഗ്ലാസ് ചെരിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഈ ടോക്കൺ എടുത്ത് തട്ടി ഈ ഗ്ലാസ്സിനകത്താക്കുക. 5 ഗ്ലാസ്സിനകത്ത് ടോക്കൺ ഇടണം. 2000 രൂപയുടെ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. കളിച്ചുകൊണ്ടിരിക്കുന്ന വൈഷ്ണവാണ്. വൈഷ്ണവേ 100 സെക്കൻഡ് ആണ് നമ്മുടെ ഗെയിമിന്റെ സമയം. 120 അല്ല, 100 സെക്കൻഡ് ആണ്. ഓരോ ഗെയിം കഴിയും തോറും 20 സെക്കൻഡ് വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നിക്ഷേപപാത്രം. ശ്രദ്ധിച്ച്. യെസ്, ഇല്ല ഇല്ല കൂട്ടില്ല, അകത്ത് കയറണം. യെസ്, അകത്ത് കയറണം. യെസ്, 20 സെക്കൻഡ് കഴിഞ്ഞു. ഓരോന്നോരോന്നെടുക്ക. ശ്രദ്ധിച്ച്, കയ്യടിയില്ല നിങ്ങളുടെ. Yes. 40 സെക്കൻഡ് കഴിഞ്ഞു. Yes. Yes. 1. 60 സെക്കൻഡ്. 70 സെക്കൻഡ്. യെസ്, 80 സെക്കൻഡ്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. 1, 2, 3, 4. ഒരെണ്ണത്തിന്റെ കുറവാണുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി വൈഷ്ണവിനെ ഗെയിമിൽ നിന്ന് പുറത്താക്കുകയാണ്. സാരമില്ല, 1000 രൂപ കിട്ടി. സന്തോഷിച്ചു. സന്തോഷമായില്ലേ? സന്തോഷമായി. ഏതായാലും ഇനിയും 4 പേര് കൂടി ബാക്കി നിൽപ്പുണ്ട്. സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് ആ 4 പേരെ. യെസ്, വീണ്ടും 4 പേരെത്തിയിട്ടുണ്ട്. ആരാണ് അടുത്തതായി കളിക്കാൻ പോകുന്നത്? അതാണ് ചോദ്യം. ചോദ്യം അതാണെങ്കിലും നിങ്ങൾക്ക് എൻട്രി ആവാനുള്ള ചോദ്യം അതല്ല. ചോദ്യം ശ്രദ്ധിക്കുക, പുറത്തു നിന്ന് പറഞ്ഞു കൊടുക്കരുത്. തീരെ കനമില്ലെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റാത്ത വസ്തു എന്താണ്, ഇല്ലെങ്കിൽ കാര്യം എന്താണ്? ഞാനിവിടെ ഉണ്ട്. ഉണ്ട്. പറയൂ. തീരെ കനമില്ലെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റാത്തത് എന്താണ്? എന്താണ്? ശ്വാസം. പേരെന്താണ്? ലെസിൻ. സ്വാഗതം ചെയ്യാം ലെസിനെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. ഉത്തരം ഇതായിരുന്നു. തീരെ കനമില്ലെങ്കിലും പിടിച്ചു നിർത്താൻ പറ്റാത്തത് എന്താണ്? ശ്വാസമാണ്. ഉറപ്പായും ശ്വാസം ഇല്ലെങ്കിൽ എന്ത് പറ്റും? മരിച്ചു പോവും. തീരെ കനം കുറവാണ്. സ്വാഗതം ചെയ്യാം ലെസിനെ സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. യെസ്, ലെസിനെ
ആദ്യത്തെ ഗെയിമിലേക്ക് പോവാം. ആ പോവാ. 1000 രൂപയുടെ ഗെയിമാണ്. ഓക്കെ. റെഡിയല്ലേ? ആ റെഡിയാ. ലിസൺ എവിടെ എന്തിനാ പഠിക്കുന്നത്? ബയോമാക്സിന്. ബയോമാക്സ് ആണ്. വീട് എവിടെയാണ്? വീട് മിഷൻ ഹോസ്പിറ്റലിന്റെ. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ. ഫുൾ സുഹൃത്തുക്കളാ. എന്നിട്ട് അവരുടെ കയ്യടിയൊന്നും ഇല്ലല്ലോ. അതാണ്. പാട്ട് വല്ലതും പാടുന്നുണ്ടോ പഴയത് കൂട്ടി? ഇനി പാടുന്നില്ല. നല്ല രസമുണ്ടായിരുന്നത്. തല്ലി പുറത്താക്കും ഇനി പാടിയാ. ആണ് ഇനി പാടിയെ പുറത്താക്കുമെന്ന് ഉറപ്പിച്ചു. ഉറപ്പിച്ചു. ഏതായാലും നമുക്ക് 1000 രൂപയുടെ ഗെയിമിലേക്ക് പോവാം അല്ലേ? ലിസനെ കാത്തിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. റെഡി? എടുത്തോളൂ. ലിസനെ കാത്തിരിക്കുന്ന ഈ ഗെയിം പ്രേക്ഷകർക്കായിട്ട് പറയുന്നതിന് മുന്നേ ഇവിടുത്തെ കുട്ടിയുടെ ഒരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
Super Bumper, co-powered by Parley Hide and Seek Chocolate Chip Cookies. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ലിസിൻ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? നല്ല പെർഫോമൻസ് സൂപ്പറല്ലായിരുന്നോ? സൂപ്പർ ആയിരുന്നു. അതൊരു കയ്യടിയും കൂടെ. അപ്പൊ ഞാൻ വെറുതെ പറയുന്നതല്ല, കഴിവുള്ള കുട്ടികൾ തന്നെയാണ് ഇവിടെ അല്ലേ. ഇഷ്ടമുള്ള കളി എന്താണ്? ഗെയിം? കൊത്തക്കളി. കൊത്തകളിയോ? കല്ലുകൊണ്ടുള്ള കളി. കല്ലുകൊണ്ട് ഇങ്ങനെ വെട്ടിപ്പിടിച്ച് ഇങ്ങനെ കൊത്ത കളിക്കും അല്ലേ? ഓക്കെ, അപ്പോ മോൾക്കുള്ള ഗെയിമിന്റെ പേരാണ് കൊത്തൻ പെൻസിൽ. അപ്പോ കൊത്തൻ പെൻസിൽ കളിക്കാൻ പോവുകയാണ്. നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് കളിച്ചിട്ടുണ്ട് കൊത്തൻ കളി. അപ്പൊ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കളിച്ചിട്ടുള്ള കളിയാണ് ഈ കൊത്തൻ കല്ല്. അതായത് കൊത്തൻ കല്ല് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നമ്മൾ കൈക്ക് മേലെ കല്ല് വെച്ചിട്ട് ഇങ്ങനെ വെട്ടിപ്പിടിക്കും, എണ്ണം കൂട്ടി കൂടുതലാക്കി പിടിക്കും ആദ്യം. അതുപോലെ തന്നെ അതിന്റെ വ്യത്യസ്തമായ ഒരു രൂപമാണ് കൊത്തൻ പെൻസിൽ. കൊത്തൻ പെൻസിൽ എടുക്കുക, ആദ്യത്തെ പെൻസിൽ എടുത്ത് കൈക്ക് മേലെ വെക്കുക, ഇങ്ങനെ വെട്ടിപ്പിടിക്കുക. അങ്ങനെ എത്ര എണ്ണം പിടിക്കണം എന്നറിയോ? 12 എണ്ണം പിടിച്ചാൽ മതി. 12 എണ്ണം ഒരുമിച്ച് ഓരോന്നോരോന്നായിട്ട് എടുക്കുക. ആദ്യം ഒരെണ്ണം എടുക്കുക, വെട്ടിപ്പിടിക്കുക, ദെൻ 2 എണ്ണം എടുക്കുക, വെട്ടിപ്പിടിക്കുക. അപ്പം 12 പെൻസിലാണ് പിടിക്കേണ്ടത്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ കൊത്തൻ പെൻസിൽ തുടങ്ങുകയാണ്. ഗെയിം സ്റ്റാർട്ട്. യെസ്, ഒന്ന്, കയ്യടിയില്ല. 2, ശ്രദ്ധിച്ച്. 3, ഇല്ല. 20 സെക്കൻഡ് കഴിഞ്ഞു. ഒരു കൈ കൊണ്ട് പിടിക്കാവുള്ളൂ. കറക്റ്റില്ലവരെ എടുത്ത് അധികം ഉയർത്തി പൊക്കണ്ട. സെക്കൻഡ് കഴിഞ്ഞു. ഒരു കൈ കൊണ്ട് പിടിക്കണം. ടെൻഷനാവുന്നു, കൈമറക്കുന്നു. ഇല്ല, എല്ലാം പോയി. ശ്രദ്ധിച്ച് പതുക്കെ മതി. രണ്ട് കൈ കൊണ്ട് പിടിക്കരുത്. ലെസിന് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു സർ. അടിപൊളിയായിരുന്നു, പക്ഷെ ചെയ്യാൻ ഇത്തിരി പാടായിരുന്നു അല്ലേ? അതായത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. സർ, എനിക്ക് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ 5 മെമ്പേഴ്സ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഇന്ന് നോക്കുമ്പോൾ 10th ബിയിൽ 47 കുട്ടികളായിരുന്നു ഇതിന് സെലക്ട് ചെയ്തത്. എന്നിട്ട് അതിൽ നിന്ന് 5 മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തു. അപ്പൊ അതിൽ 5ൽ നിന്ന് ഒരാളാവാൻ പറ്റിയത് തന്നെ. ഇതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് മുന്നിൽ വരിക, അത് എത്രമാത്രം കഷ്ടപ്പെട്ടാലും മുന്നിൽ വരിക എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം അല്ലേ? ഏതായാലും സാരമില്ല, സന്തോഷമായിട്ടിരിക്കുക. ഈ പോസിറ്റീവ് എന്നും കീപ്പ് ചെയ്യുക കേട്ടോ. ഈ ആറ്റിറ്റ്യൂഡാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. താങ്ക് യു സോ മച്ച് മോളെ. ഓക്കെ, താങ്ക് യു. ഇനി എന്തായാലും നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം.
Girlfriends got it, boys and booze, the lover. Girlfriends the lover, get raised the lover. சோழ கவிதைகள் வாங்கி என்னோட கவிதைன்னு சொல்லி இதயத்துக்கிடம் ஒன்று பிடிக்கத்தான் போடாத சினிமாக்கும் சரியான காணாச்சு தேடி பவல் கொள்ள இதழ் மாற்றி கொண்டத்தான் கடிக்க SMS அனுப்ப தேவை girlfriend தான். നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഈ കുട്ടികളുടെ അടുത്തുനിന്ന് കിട്ടിയത് എന്തോ ഒരു പോസിറ്റീവ് എനർജി. കാരണം കുട്ടികൾക്ക് ഈ പോസിറ്റീവ് എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൻ്റെ ഗുണമാണ്. സ്കൂളിനേക്കാളുപരി ഇവിടുത്തെ അധ്യാപകരുടെ എനർജി തന്നെയാണ്. അതെ, കലാലയങ്ങൾ എന്നും നമുക്ക് ഓർമ്മപ്പെടുത്തലുകൾ തന്നെയാണ്. നല്ല ചില ഓർമ്മപ്പെടുത്തലുകളുമായി സി കേരളം സൂപ്പർ ബമ്പറുമായി ഞാനുണ്ടാവും. അതുവരേക്ക് ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാട്.